കൈമാറിയതിന് ശേഷം വേടൻ ഒന്ന് പകച്ചു നിന്നുപോയി, അന്തം വിട്ടുപോയി. എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്ത രീതിക്ക് നിന്നുപോയി. എൻ്റെ അമ്മയുടെ ഫോട്ടോ ആയിരുന്നത്. അപ്പോൾ ഈ ജനങ്ങളുടെ സൗണ്ട് കാരണം മെഹജൂറ വേടനോട് കാര്യങ്ങൾ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ചെവിയിൽ പറഞ്ഞു കൊടുത്തു, പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, ഫോട്ടോയും കാണിച്ചു. പെട്ടെന്ന് തന്നെ വേടൻ മെഹജൂറയെ കെട്ടിപ്പിടിച്ച്. വേടൻ്റെ അമ്മ ഒരു ശ്രീലങ്കൻ സ്വദേശിയായിരുന്നു. 1980കളിലെ തുടക്കം മുതൽ ഊട്ടിയിലേക്ക് കുടിയേറി. അതിനുശേഷം അവിടെ നിന്ന് തൃശ്ശൂരിലുള്ള ഒരു കോളനിയിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. അമ്മയുടെ പേര് ചിത്ര എന്നാണ്. അങ്ങനെ തൃശ്ശൂരുള്ള കോളനിയിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേടൻ ജനിക്കുന്നത്. വേടൻ ജനിച്ചതും വളർന്നതും എല്ലാം ആ കോളനിയിലാണ്. ഒരു 3 മാസത്തെ പരിചയമാണ് മെഹജൂറയും വേടൻ്റെ അമ്മയും തങ്ങളിൽ. ഈ കോവിഡ് സമയത്താണ്, രണ്ടാം ഘട്ട കോവിഡ് സമയത്താണ് വേടൻ്റെ അമ്മ മെഹജൂറയുടെ വീട്ടിലേക്ക് പോവുകയും ഒരു ദിവസം ഇങ്ങനെ പോയി അവിടെ ചെന്നിട്ട് അന്ന് ചെന്ന് നിന്നതിന് ശേഷം പിറ്റന്ന് പോവാനായിട്ടാണ് വേടൻ്റെ അമ്മ തിരിച്ചു പോകാനായിട്ടാണ് ഇരുന്നത്. അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ ചോദിച്ചു, ഇന്ന് ഒരു ദിവസം ഞാനിവിടെ നിന്നോട്ടെ എന്ന് മെഹജൂറയോട് ചോദിച്ചു. നല്ല മനസ്സിനുടമയായ മെഹജൂറ എന്തോന്നിയത്, അതിനെന്താ ചേച്ചി നിന്നോ എന്ന് പറഞ്ഞു. ഈ മെഹജൂറയും ഈ വേടൻ്റെ അമ്മയും തങ്ങളിൽ ഭയങ്കര സ്നേഹത്തിലായി. പിന്നെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറയുകയും ഇതിനിടയിലാണ് വേടൻ്റെ അമ്മ വേടനെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നത്. എൻ്റെ മോനൊരു യൂട്യൂബിൽ ചെറിയ പാട്ടുകളൊക്കെ പാടും, അവന് ഉയരങ്ങളിൽ എത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയും. അപ്പം തിരിച്ച് മെഹജൂറയും പറയും, അതിനെന്താ ചേച്ചി നല്ലതല്ലേ, ഉയരങ്ങളിലെത്തട്ടെ എന്നൊക്കെ പറയും. 3 മാസം അവിടെ മെഹജൂറയുടെ വീട്ടിൽ നിൽക്കുകയും അതിനുശേഷം വേടൻ്റെ അമ്മ പോവുകയും ചെയ്തു. ഒരേ സ്ഥലത്ത് പോകുന്നെങ്കിൽ കൊണ്ടുപോകും, അങ്ങനെ ഫുഡ് കഴിക്കുക. അപ്പം ഈ കാറിനകത്തിരുന്നും കൊണ്ട് ഇവരിവിടെ യാത്ര പോകുമ്പോൾ ഒരു സെൽഫി എടുത്ത് ആ ഫോട്ടോ ആണ് ഈ വേടന് ഫ്രെയിം ചെയ്യിച്ച് കൊണ്ടുവന്ന് കൊടുത്തത്. പിന്നെ വേടൻ്റെ അച്ഛനും സഹോദരിയായിട്ടും നല്ല സൗഹൃദമുണ്ട്. ഈ അമ്മയെ കോണ്ടാക്റ്റ് ചെയ്യാൻ നോക്കണം, പക്ഷേ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ നോക്കുന്നു, പക്ഷേ കിട്ടുന്നില്ല. അപ്പോൾ അച്ഛൻ്റെ നമ്പറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛനെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, അപ്പോൾ കറക്റ്റ് 3 മാസമേ അവിടെ നിന്നുള്ളൂ. അപ്പം ചോദിച്ചപ്പോഴാണ് പറയണത് ഇതുപോലെ അമ്മ മരണപ്പെട്ടു എന്ന്. മെഹജൂറയെ ഒരു വല്ലാതെ അങ്ങ് തളർത്തി കളഞ്ഞു. 3 മാസം നല്ലതുപോലെ നിന്ന് ഇപ്പോൾ ഒരു വീട്ടിൽ എങ്ങനെയാണ് അവർ കഴിയണം അതേ കണക്കാണ് നിന്നതും. മെഹജൂറ യഥാർത്ഥത്തിൽ വേടൻ്റെ അമ്മയുമായിട്ട് അത് ഏത് രീതിയിൽ ബന്ധപ്പെട്ടു എന്നതിനേക്കാൾ അപ്പുറം അമ്മയുമായിട്ടുള്ള ഒരു അടുപ്പം എങ്ങനെയായിരുന്നു? അമ്മ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഉമ്മൻ്റെ മാതിരത്തെ ഒരടുപ്പം തന്നെയാണ്. നമ്മളിവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്, കഴിക്കുന്നത്, വർത്തമാനം പറയുന്നത്, കളിക്കുന്നത്, ചിരിക്കുന്നത്, നമ്മളെങ്ങോട്ടേയും പോകുമ്പോൾ കൂടെ കൊണ്ടുപോകുന്നത്, അത്ര തന്നെ. മെഹജൂറയുടെ അതിഥിയായിട്ടാണ് വേടൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു വീട്ടിൽ വന്ന അതിഥിയെ കുറിച്ച് ആ അതിഥി എന്തിനു വന്നു, എങ്ങനെ വന്നു എന്നതിനെ കുറിച്ചൊന്നും കൂടുതൽ വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും മെഹജൂറക്ക് താല്പര്യമല്ല. അതേസമയം ആ പരിപാടിയിൽ വേടൻ്റെ അമ്മയുടെ ഫോട്ടോയുമായി പോകാനുണ്ടായ ഒരു സാഹചര്യമുണ്ട്, അതൊന്ന് വിശദീകരിക്കുക. ഞാൻ ചേച്ചിനെ കുറേ കാലമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. കുറച്ച് ഇടയ്ക്ക് വെച്ചിട്ട് കോണ്ടാക്ട് നിന്നുപോയി. പിന്നെ എനിക്കൊരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ചേച്ചിനെ ഓർമ്മ വന്നപ്പോൾ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ചേച്ചീൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചപ്പോഴാണ് ചേച്ചി മരിച്ചു പോയ വിവരം അറിയുന്നത്. ആ സമയത്ത് ഞാൻ മസ്കറ്റിലോട്ട് പോവുകയാണ്. തിരിച്ചു വന്നപ്പോൾ ഞാൻ ചേച്ചീൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് അല്ല ഹസ്ബൻഡിന് കൊടുക്കണം എന്നാണ് കരുതിയത്. അങ്ങനെ എടുത്തു വെച്ചതാണ്. പിന്നെ എനിക്ക് സാഹചര്യം കൊണ്ട് പറ്റിയിട്ടില്ല. പിന്നെ ഒരു ദിവസം ഞാൻ വീണ്ടും വിളിച്ച് അപ്പോൾ കൊടുക്കാൻ പിന്നെ കുറച്ച് ഇഷ്യൂസൊക്കെ നടന്നപ്പോൾ ഞാനത് അവിടെ വെച്ച്. പിന്നെ രണ്ടാമത് കോഴിക്കോടുള്ള പ്രോഗ്രാം ഉണ്ടായ സമയത്ത് അച്ഛനെ വിളിച്ച് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് മോൾ അവിടെ പോയിട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞ്. അവനക്ക് സന്തോഷമാവും, അമ്മൻ്റെ ഫോട്ടോ അല്ലേ എന്ന് പറഞ്ഞ്. അച്ഛനാണ് പറഞ്ഞത് മോള് ഫോട്ടോ അവിടെ കൊണ്ട് ചെന്ന് കൊടുക്ക്, മോന് സന്തോഷമാവുമെന്ന്. അങ്ങനെയാണ് ആ വേദിയിൽ വെച്ചിട്ട് കൊടുക്കണത് ഫോട്ടോ. അങ്ങനെയാണ് പോകാനും കൊടുക്കാനുണ്ട്. അമ്മ ഇവിടെ ഒരു അതിഥിയായിട്ട് നിങ്ങളെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പങ്കുവെക്കാറുണ്ടായിരുന്നത്? മക്കളെ പറ്റിയും ഹസ്ബൻഡിനെ പറ്റിയും എല്ലാം പറയലുണ്ടായിരുന്നു.
കുറേ കാര്യങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പെണ്ണുങ്ങൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന രീതികളൊക്കെ ഉണ്ടല്ലോ, അതേമാതിരി മക്കളെ പറ്റിയുള്ള ആദ്യം മക്കൾ നന്നായി എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ സംസാരിക്കലുണ്ട്. ഏകദേശം എത്ര മാസത്തോളം ഇവിടെ താമസിച്ചിരുന്നു? ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് ശരിക്കും. പക്ഷെ എൻ്റെ അടുത്ത് നിന്നപ്പോൾ ഞാൻ കുറച്ചും കൂടെ നിന്റെ കൂടെ നിൽക്കട്ടെ എന്ന് ചോദിച്ച് അവരിങ്ങോട്ട് ചോദിച്ചു, എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇവിടെ നിൽക്കാന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത്. അന്ന് വേടൻ്റെ അമ്മയോട് താമസിക്കുന്ന സമയത്ത് ഇങ്ങനെ വേടൻ എന്ന് പറഞ്ഞൊരു മോന് ഇങ്ങനെ പ്രശസ്തനാകാൻ പോകുന്നുണ്ട്, പാട്ട് പാടാറുണ്ട് എന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചേച്ചിനെ അറിയില്ല, ചേച്ചിൻ്റെ കുടുംബക്കാരെ ബന്ധം ഒന്നും അറിയില്ല. ചേച്ചി എത്തിയൊരു സാഹചര്യം കുറച്ചൊരു സങ്കടകരമായ ഒരു രീതിയിലാണ് ഞാൻ ചേച്ചിനെ കാണുന്നത്. അപ്പം ഞാൻ ചേച്ചിനോട് ചോദിച്ചു, എൻ്റെ വീട്ടിലേക്ക് പോരിയറിന് ഞാൻ കൂട്ടിയതാണ്, ചേച്ചി ആരാന്ന് എന്താ ഒരു മനുഷ്യന്ന് മാത്രമേ എനിക്ക് അന്ന് അറിയുള്ളൂ, അങ്ങനെ കൊണ്ടുവന്നതാണ്. വന്ന് പിറ്റേ ദിവസം എനിക്ക് ഒരു ദിവസം അവിടെ താമസിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിന്നാൽ മതി എന്ന് പറഞ്ഞ് ഒരു വണ്ടി വിളിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ആയിക്കോട്ടെ പറഞ്ഞ് കൊണ്ടുവന്ന് പിറ്റേന്ന് എന്നോട് പറഞ്ഞ് ഞാൻ അവിടെ നിൽക്കട്ടെ, എനിക്ക് നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആ ഒരു ബന്ധം വെച്ചിട്ടാണ് ചേച്ചി പിന്നെ നിൽക്കുന്നത്. അവൻ്റെ അച്ഛനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞ് കോഴിക്കോട് വരുന്നുണ്ട് അവന്, നീ എടുത്തുവെച്ച ഫോട്ടോ അവനക്ക് അവിടെ കൊടുക്കുക പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു അവിടെ ഭയങ്കര തിരക്കായില്ലേ, പോകാൻ പറ്റുമോ കാണാൻ പറ്റുമോ എന്നുള്ള അറിയില്ല, മോള് പോയിക്കോ, എന്തായാലും കാണാൻ പറ്റും, നീ ആഗ്രഹിച്ചതല്ലേ, അതെന്തായാലും വേടനുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു, ഫോണിലായിരിക്കും സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ മെഹജൂറ ഭയങ്കര സന്തോഷത്തിലാണ്. അമ്മയ്ക്ക് കാണാൻ പറ്റിയില്ല, ഒരു സങ്കടമുണ്ട്. അതുപോലെ മെഹജൂറ പിന്നെ വീട്ടിലേക്ക് വിളിച്ച് ഒരു ദിവസം വരണമെന്ന് പറഞ്ഞ് വരാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് വേടൻ അങ്ങനെയായിരിക്കും തോന്നില്ലേ, എൻ്റെ അമ്മയെ ചേർത്ത് പിടിച്ചതാണ്. വേടൻ്റെ അമ്മയെ മെഹജൂറ ചേർത്ത് പിടിച്ചു. വേടന് ആ ഒരു തോന്നലുണ്ടാവും. എന്തായാലും വേടൻ ഇനിയും ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തട്ടെ. വേടൻ്റെ അമ്മ കൂടെ ഉണ്ടെന്ന് തന്നെ മനസ്സിൽ കരുതി, അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് അമ്മയായ സ്ഥാനത്താണ് ഈ മെഹജൂറ എന്ന് പറയുന്ന പെൺകുട്ടി. എന്ന് പറഞ്ഞാൽ അത്ര സ്നേഹമാണ്. വേടൻ എന്നും നന്മകൾ മാത്രം വരട്ടെ.